ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഭൂവുടമ ആരാണെന്നറിയാമോ? സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ആർക്കാണെന്നറിയാമോ? വഖഫ് ബോർഡിനാണെന്നാണ് വ്യാപകമായ പ്രചാരണം. എന്നാൽ ഇതിൽ സത്യമുണ്ടോ? ഇല്ല, അത് തീർത്തും തെറ്റാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സത്യത്തിൽ കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യയാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ഭൂവുടമ. സർക്കാർ കണക്കുകൾ പ്രകാരം 9,04,000 ഏക്കർ ഭൂമി വഖഫ് ബോർഡിനുള്ളപ്പോൾ 7 കോടി ഹെക്ടർ, ഏകദേശം 17.29 കോടി ഏക്കർ ഭൂമിയാണ് കാത്തലിക് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ളത്. അതായത് വഖഫ് ബോർഡിനുള്ളതിനേക്കാൾ 200 മടങ്ങോളം അധികം ഭൂമി കാത്തലിക് ചർച്ചിന് സ്വന്തമായുണ്ടെന്നർത്ഥം. രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ചതാണ് ഇതിൽ ഭൂരിഭാഗം ഭൂമിയും. രേഖകൾ പ്രകാരം 20,000 കോടി രൂപയാണ് കത്തോലിക്ക സഭയുടെ കൈവശമുള്ള ഭൂമിയുടെ ഏകദേശം മൂല്യമായി കണക്കാക്കുന്നത്. ഇവയുടെ വിപണി മൂല്യം അതിലും എത്രയോ മടങ്ങ് അധികമായിരിക്കും. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യക്കാണ് ഇവയുടെ നിയന്ത്രണം. 9,04,000 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന 8,07,000 വഖഫ് സ്വത്തുക്കളാണ് രാജ്യത്തുള്ളതെന്നാണ് സർക്കാർ കണക്കുകൾ പറയുന്നത്. ഏകദേശം $14 ബില്യൺ, അതായത് 11.95 ലക്ഷം കോടി രൂപയാണ് ഈ സ്വത്തുക്കളുടെ മൂല്യം. പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വഖഫ് ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത്. ജസ്റ്റിസ് രജീന്ദർ സച്ചാറിന്റെ നേതൃത്വത്തിലുള്ള 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ന്യൂഡൽഹിയിൽ മാത്രം വഖഫ് സ്വത്തുക്കളുടെ മൂല്യം അന്ന് $720 മില്യൺ പിന്നിട്ടതായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനുശേഷം രാജ്യത്ത് ഭൂമി വില കുതിച്ചുയർന്നുവെങ്കിലും വഖഫ് സ്വത്തുക്കളുടെ കണക്കെടുപ്പും മൂല്യവർദ്ധനവും പിന്നീട് വിലയിരുത്തിയിട്ടില്ല.